യൂട്യൂബ് ചാനൽ ഷീബാസ് രുചികരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് ഞാൻ മുട്ടയോ അതുപോലെ തന്നെ വാനില എസൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പക്ഷേ വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. എങ്ങനെയാണ് ഞാൻ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില എസൻസോ മുട്ടയോ ഒന്നും ചേർക്കാത്ത നല്ലൊരു കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 125 ഗ്രാം അല്ലെങ്കിൽ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ 3 ടേബിൾ സ്പൂൺ, പാല് 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്, പഞ്ചസാര അത് 125 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, ഓയിൽ എടുത്തിട്ടുണ്ട് 4 ടേബിൾ സ്പൂൺ. ഇതിന് പകരം ബട്ടർ ഒരുക്കിയാണെങ്കിലും എടുക്കാം. ഒരു നുള്ളു ഉപ്പ് വേണം, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. വിപ്പിംഗ് ക്രീം വേണം, അതും ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. എടുത്തു വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും കൂടി 5 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് തണുപ്പിക്കണം, ഒരുപാട് തണുക്കണ്ട. ഇനി നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും പാലും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. മൈദ, കസ്റ്റർഡ് പൗഡർ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണാണ് എടുത്തത്, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടണം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം 3 പ്രാവശ്യം അരിച്ചെടുക്കണം. പാലും പഞ്ചസാരയും തിളപ്പിച്ചിട്ട് ചെറുതായിട്ട് തണുപ്പിച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ മിക്സ് ചെയ്തു. ഇനി ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്നൊരു ചെറിയ പോർഷൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് 2-3 ഡ്രോപ്പ് റെഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷണലാണ്. ഈ ഒരു ബാറ്റർ ഒഴിച്ച് കേക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം. ഞാൻ ഡെക്കറേഷന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊങ്ങി വന്നിട്ട് പുറത്തേക്ക് പോകും, അത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ബൗളിലാണെങ്കിലും കോരി ഒഴിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം ഒഴിച്ച കേക്ക് ബാറ്റർ അടുപ്പത്ത് വെച്ച് ഒരു പകുതി വേവ് ആകുമ്പോഴാണ് നമ്മൾ കളർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു, പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡ് കളർ കലക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോ എന്നൊന്ന് നോക്കാം. ഒരു കേക്ക് ടെസ്റ്ററോ കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിലൊട്ടും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്. വിപ്പിംഗ് ക്രീമിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഓരോ ചെറിയും കൂടി മുകളിൽ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലന്റൈൻ സ്പെഷ്യൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് മുട്ടയോ വാനില എസൻസോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കേക്ക് റെഡി ആയിട്ടുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.